കഴിഞ്ഞ 24-നാണ് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഫോൺ വിളി സന്ദേശം വന്നത്. 2 മണിക്കൂറിൽ ബോംബ് പെട്ടുമെന്നായിരുന്നു പോലീസ് കൺട്രോൾ റൂമിൽ ലഭിച്ച അറിയിപ്പ്. പരിശോധനയിൽ വ്യാജ സന്ദേശമെന്ന് തിരിച്ചറിഞ്ഞു. ഭീഷണി സന്ദേശം അയച്ച ശേഷം പ്രതി VS ഹരിലാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി. പക്ഷേ തമ്പാനൂർ SHO VM ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ഓണാക്കി. പ്രതിയുടെ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടർന്നു. 1 മാസത്തെ കോൾ ലിസ്റ്റ് പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ മുൻപ് തമ്പാനൂരിലെ ഹോട്ടലിൽ പ്രതി ജോലി ചെയ്തിരുന്നുവെന്ന് മനസ്സിലാക്കി. പിന്നീട് ഇവിടെ നിന്നും പോയ ഹരിലാൽ ചെങ്ങന്നൂർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ സപ്ലയറായി ജോലി നോക്കിയെന്നും കണ്ടെത്തി. വ്യാജ ഭീഷണി മുഴക്കിയ ദിവസം തിരുവനന്തപുരത്തെ സുഹൃത്തിനെ പ്രതി വിളിച്ചിരുന്നു. സുഹൃത്തിനെ ഉപയോഗിച്ചാണ് പ്രതിയെ തമ്പാനൂരിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് പിടികൂടിയത്. പോലീസിനെ കബളിപ്പിക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ ഇയാൾ കൊച്ചിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഇയാൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വ്യാജ സന്ദേശം കൊടുത്തതിനൊരു കേസ് കൊച്ചി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. കൂടാതെ ഇയാൾക്കെതിരെ ആറന്മുള പോലീസ് സ്റ്റേഷനിലൊരു തീവെപ്പ് കേസ്, പിന്നെ മുളവുകാട് പോലീസ് സ്റ്റേഷനിലൊരു ഹർട്ട് കേസ്, അത് 308 പോലുള്ള ഹർട്ട് കേസ്, പിന്നെ ഈ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ 2 കേസ്. അങ്ങനെ ഇയാൾ നിരവധി തവണ ജയിലിലൊക്കെ കിടന്നിട്ടുള്ള വിവിധ കേസുകളുള്ള ആളാണ്. കൊച്ചി മെട്രോയിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് വ്യാജ സന്ദേശം അയച്ചതും ഹരിലാലാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.